So we are moving towards sixth question. Question പറയുന്നത് ഇങ്ങനെയാണ്. If two zeros of a cubic polynomial. നമുക്ക് ഇതിന് മുന്നേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ 1 0 ആയാലുള്ള കണ്ടീഷൻ ആണ്. ഇവിടെ നമുക്ക് രണ്ട് സീറോസ്, ഒരു ക്യൂബിക് പോളിനോമിയൽ അറ്റ്മോസ്റ്റ് 3 സീറോസ് ആകാം. അതിൽ രണ്ട് സീറോസ് 0 ആയാൽ നമുക്ക് മൂന്നാമത്തെ സീറോ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. If two zeros of a cubic polynomial ax cube plus bx square plus cx plus d are each equal to 0, then the third zero is dash, and you are provided with 4 options there. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം ഏതായിരിക്കും എന്നുള്ളത്. അപ്പോൾ നോക്കിക്കേ, ax cube plus bx square plus cx plus d ഇതാണ് നമ്മുടെ ക്യൂബിക് പോളിനോമിയൽ. ഇതിന്റെ രണ്ട് സീറോസ് ഈക്വൽ ടു 0 ആണെന്ന് പറയുന്നു. നമുക്കറിയാം ക്യൂബിക് പോളിനോമിയൽ can have at most 3 zeros and we call them as alpha, beta and gamma generally. Okay, ഇതിൽ രണ്ട് പേർ 0 എന്ന് പറയുന്നു. Suppose I am taking alpha and beta is equal to 0. I have to find the value of the third zero, that is gamma here. Okay, അപ്പൊ അതിനു വേണ്ടിയിട്ട് അപ്പൊ നമുക്കറിയാവുന്ന കാര്യം 0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ക്യൂബിക് പോളിനോമിയലിനെ when equated to 0 equal to 0 എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ കൊടുക്കുമ്പോൾ the numerical value that satisfies the whole cubic polynomial, not the cubic equation. Okay, അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സീറോസ് എന്ന് പറയാ. ആൻഡ് ഒരു ക്യൂബിക് പോളിനോമിയലും അതിന്റെ സീറോസും ആ പോളിനോമിയലിന്റെ അകത്തുള്ള വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം, 3 relationships. The sum of the zeros is equal to minus b by a. The sum of the product of zeros taken 2 at a time is equal to c by a, and the product of the 3 zeros is equal to d by a. Okay, അപ്പോ ഇതിൽ എനിക്ക് ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, is equal to 0. അങ്ങനെയാണെങ്കിൽ ഗാമ കണ്ടുപിടിക്കണം. ആൻഡ് എനിക്ക് ഏറ്റവും ഗാമയുടെ വാല്യൂ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് is the first relationship, that is the sum of zeros. That is alpha plus beta plus gamma is equal to minus b by a ആണെന്നുണ്ടെങ്കിൽ alpha and beta is equal to 0. So 0 plus 0 plus gamma is equal to minus b by a. That is gamma is equal to minus b by a. And our option is the third option, minus b by a is the right answer. So students, we are moving to our seventh question. Question പറയുന്നത് ഇങ്ങനെയാണ്. If the zeros of the quadratic polynomial ax square plus bx plus c where c not is equal to 0 are equal. Okay, question നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ax square plus bx plus c where c not is equal to 0. നമ്മൾ ജനറലി ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ എഴുതുമ്പോഴത്തേക്കും a not is equal to 0 എന്നാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? എയുടെ വാല്യൂ 0 ആയാൽ എക്സ് സ്ക്വയറിന്റെ ടേം അവിടെ ഉണ്ടാവില്ല. എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഗ്രി 2ൽ നിന്നും 1ലേക്കായിട്ട് മാറും. ദാറ്റ് മീൻസ് അതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ അല്ല, അത് പിന്നെ ഒരു ലീനിയർ പോളിനോമിയലിലേക്ക് റെഡ്യൂസ് ചെയ്യുമെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് c not is equal to 0 എന്നാണ്. ദാറ്റ് ഈസ് c എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്ന ന്യൂമറിക്കൽ വാല്യൂ 0 ആകുന്നില്ല എന്നാണ് നമ്മളോട് പറയുന്നത്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ സ്പെസിഫൈ തരുന്നുവെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലായിരിക്കും നമ്മുടെ ആൻസർ വരേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനി എന്നോട് പറയുന്നു then ഓപ്ഷൻ എ, ഞാൻ c and a have opposite signs. ഓപ്ഷൻ ബി, ഓക്കെ, ഓപ്ഷൻ ബി പറഞ്ഞു c and b have opposite sign. ഓപ്ഷൻ സി, okay, c and a have the same sign. C. Option number D. Okay, c and b have the same signs. Okay, so ദാ ഇവിടെ നോക്കിക്കേ, നമ്മൾക്ക് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ax square plus bx plus c where c not is equal to 0 are equal. That is, ഈ ഒരു quadratic polynomialന്റെ zeros equal ആണെന്ന് പറയുന്നു. We know that a quadratic polynomial can have at most 2 zeros, that is alpha എന്ന് നമുക്ക് വിളിക്കാം, ബീറ്റ എന്ന് വിളിക്കാം, രണ്ട് സീറോസ്. ഇവർ രണ്ടുപേരും ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ, ദാറ്റ് ഈസ് ഇതിന് ഈക്വൽ ആയിട്ടുള്ള റൂട്ട്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൽ. അങ്ങനെയാണെങ്കിൽ ഇതിൽ വന്നിട്ടുള്ള കോൺസ്റ്റന്റ് വാല്യൂ 0 അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? സിക്കും എക്കും ഓപ്പോസിറ്റ് സൈൻ എന്ന് പറയാമോ? സിക്കും ബിക്കും ഓപ്പോസിറ്റ് സൈൻ എന്ന് പറയാമോ? അതോ സിക്കും എക്കും സെയിം സൈൻ എന്നോ സിക്കും ബിക്കും സെയിം സൈൻ എന്ന് പറയാം? ഇതിൽ ഏതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ആക്ച്വലി ദിസ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന 4th ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടെ നമ്മൾ എടുക്കണം. ദാറ്റ് ഈസ് quadratic polynomial
എപ്പോഴെങ്കിലും നമ്മൾ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുക്കുമ്പോൾ ദ ഹോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ബിക്കം എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ആൻഡ് ഇൻ ദ 4th ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ പ്രത്യേകമായിട്ടൊരു കാര്യം പഠിക്കുന്നുണ്ട്, ഡിസ്ക്രിമിനന്റ്. ഓക്കെ, ഡിസ്ക്രിമിനന്റ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദി ലെറ്റർ ബി. ഓക്കെ, അതിൽ നമുക്ക് പറയുന്ന ഒരു കണ്ടീഷൻ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് എപ്പോഴെങ്കിലും ഈക്വൽ റിയൽ റൂട്ട്സ് വരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ക്രിമിനന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് ഈ ഡിസ്ക്രിമിനന്റിന്റെ നമ്മുടെ expanded form is this b square minus 4ac, that is based on the coefficients of the quadratic equation. നമുക്ക് discriminant of that quadratic equation is equal to b square minus 4ac എന്ന് പറയാൻ പറ്റും. And if the given quadratic equation has equal and real roots, we can say that its discriminant is equal to 0, that is b square minus 4ac is equal to 0. അങ്ങനെയാണെങ്കിൽ ഞാൻ ദാ ഇവിടെ നിന്നും ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ac എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇനിയാണ് നമ്മുടെ ഉത്തരത്തിലേക്കുള്ള ക്ലൂ നമ്മൾ നോക്കുന്നത്. ദിസ് ഈസ് വാട്ട്, നമുക്കറിയാം ബി എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും ഒരു റിയൽ നമ്പർ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ റിയൽ കോഎഫിഷ്യൻസ് എന്നാണ് പഠിക്കുക. ഓക്കെ, ഏതൊരു റിയൽ നമ്പർ ആയിക്കോട്ടെ, റിയൽ നമ്പറിന്റെ അകത്ത് നമുക്ക് എന്തെല്ലാം വരാം, റാഷണൽ വരാം, ഇറാഷണൽ വരാം. ദാറ്റ് ഈസ് നമ്മൾ ബേസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്താൽ നാച്ചുറൽ നമ്പേഴ്സ്, ഓൾ നമ്പേഴ്സ്, പിന്നെ ഇൻഡിജേഴ്സ്, ദാറ്റ് ഈസ് നെഗറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് വരുന്നുണ്ട് അതിന്റെ കൂടെ. ഓക്കെ, അപ്പൊ ഇൻഡിജേഴ്സ്, പിന്നെ നമ്മൾ പോകുന്നത് ആരാണ്, റാഷണൽ നമ്പേഴ്സ്, പിന്നെ നമ്മൾ എടുക്കുമ്പോഴാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇതെല്ലാം കൂടി ചേർന്നിട്ട് റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതെന്തും ആയിക്കോട്ടെ, അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഇറ്റ്സ് എ പോസിറ്റീവ് വാല്യൂ. എപ്പോഴും ഒരു നമ്പറിന്റെ, ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു പോസിറ്റീവ്, റിയൽ നമ്പർ അല്ല, ഒരു റാഷണൽ നമ്പറിന്റെ എന്ന് പറയുന്നത് എത്രയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. ഈക്വൽ ടു സൈൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് വന്നിട്ടുള്ളതെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലും വരേണ്ടത് ഒരു പോസിറ്റീവ് വാല്യൂ തന്നെയാണ്. ഓക്കെ, പോസിറ്റീവ് വാല്യൂ തന്നെയാണ് വരേണ്ടത്. ഇവിടെ വന്നിട്ടുള്ളത് 4 എന്ന് പറയുന്ന നമ്പർ നമുക്കറിയാം, ഇറ്റ്സ് എ പോസിറ്റീവ് വാല്യൂ. എ ആൻഡ് സി ഇവർക്ക് രണ്ടുപേർക്കും, ഓക്കെ, ഇവർ രണ്ടുപേരുടെയും സൈൻ എങ്ങനെ വന്നാൽ നമുക്ക് ഇത് ഒരു ഹോൾ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും. അവിടെ നമുക്ക് വന്നിട്ടുള്ളത് ആ രണ്ടുപേരുടെയും എന്താണ്, പ്രോഡക്റ്റ് ആണ്. നമുക്കറിയാവുന്ന കാര്യം, സെയിം ആയിട്ടുള്ള സൈനുകളുടെ പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും എപ്പോഴും എന്ത് വരിക, പോസിറ്റീവ് വാല്യൂ വരിക. ഇവിടെ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ ഒരു സൈഡും പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ പ്രോഡക്റ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോ എനിക്ക് 4നെ ഇങ്ങനെ മാറ്റി ബാക്കിയുള്ള രണ്ടുപേരുടെ സൈനെ പറ്റിയിട്ടാണ് എനിക്ക് ഒരു എന്ത് വേണ്ടത്, ഒരു തീരുമാനം വേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ആൻഡ് സി ഇവർ രണ്ടിന്റെ പ്രോഡക്റ്റും പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ദാറ്റ് മീൻസ് ഇവർ രണ്ടുപേരും സൈൻ എങ്ങനെയായാൽ ഇത് മൊത്തത്തിൽ പോസിറ്റീവ് ആകുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കറിയാവുന്ന കാര്യം, രണ്ട് നമ്പേഴ്സ്, ഓക്കെ, രണ്ട് സൈൻസ് നമ്മൾ എടുക്കുന്നു, എപ്പോഴും ഈക്വൽ സൈൻസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും വിൽ ബിക്കം പോസിറ്റീവ്. ദാറ്റ് ഇസ് മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആൻഡ് പ്ലസ് ഇൻറ്റു പ്ലസ് വിൽ ബി ഈക്വൽ ടു പോസിറ്റീവ്. ഓപ്പോസിറ്റ് സൈൻസിന്റെ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്, മൈനസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് മനസ്സിലായി എയുടെയും സിയുടെയും സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം സൈൻ ആണെന്ന് മനസ്സിലായി. ആ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ടോ, സി ആൻഡ് എ ഹാവ് ഓപ്പോസിറ്റ് സൈൻ, ദിസ് ഇസ് റോങ്. C and B have opposite sign, this is wrong. C and A have the same sign, yes, our interpretation നമുക്ക് അങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്. C and A have the same sign, so our option number C is the right option. So students, we are moving to our 8th question. നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് നമുക്കൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് തന്നിട്ടുള്ളത്. ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കാണുമ്പോഴേ അറിയാം, നമ്മുടെ ജനറൽ പോളിനോമിയലിന്റെ അകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ എ എന്ന് പറയുന്നത്, ഇവിടെ എക്സിന്റെ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആയ എ എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റും കോൺസ്റ്റന്റ് ടേമിന് പകരം നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്ന എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ ബിയുമാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. സോ എ ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നു, ദാറ്റ് ഈസ് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ എയുടെ വാല്യൂയും കോൺസ്റ്റന്റ് ടേമും 0യേക്കാൾ വലിയ ഒരു വാല്യൂ ആണ്, ദാറ്റ് ഈസ് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സീറോസ്, ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഈസ് ദിസ്, ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ്, ഓക്കെ, അല്ലെങ്കിൽ ആർ ഓപ്ഷൻ ബോത്ത് പോസിറ്റീവ്
ബോത്ത് നെഗറ്റീവ്, വൺ പോസിറ്റീവ് വൺ നെഗറ്റീവ്, കാൺട്ട് സേ. അതായത് രണ്ടും പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ എനിക്ക് അതിനെ പറ്റി പറയാൻ കഴിയില്ല. ഇങ്ങനെയാണ് തരുന്ന ഓപ്ഷൻ. അപ്പൊ സപ്പോസ് നമുക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇറ്റ് ക്യാൻ ഹാവ് അറ്റ്മോസ്റ്റ് 2 zeros. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജനറലി വി ക്യാൻ കോൾ ദം ആസ് ആൽഫ ആൻഡ് ബീറ്റ. ഓക്കെ, ഇവിടെ എനിക്ക് ഇവിടെ തന്നിട്ടുള്ളത് കാണുമ്പോഴേ നമുക്ക് ഒരു ഇതുണ്ട്. എന്താണ് തന്നിട്ടുള്ള വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് ബേസിസിൽ നമുക്ക് ഈ സൈൻസിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ, എങ്ങനെ വരാം എന്നുള്ളത്. ഓക്കെ, അപ്പോ ഞാൻ അതിനുവേണ്ടി ചെയ്യുന്നത് സീറോസ് ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് പോളിനോമിയലും ഇവരുടെ കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എഴുതുന്നത്. ദാറ്റ് ഈസ് വി നോ ദാറ്റ് സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു ജനറലി മൈനസ് ബി ബൈ എ ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ ബി എന്ന് പറയുന്നത് ആരുടെ കോഎഫിഷ്യന്റ് ആണ്? ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ടേം ആണ് ബി എന്ന്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം, മൈനസ് ബി ബൈ എ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്നാണ്, അല്ലെ? കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോ മൈനസ് ബി ബൈ എ എന്ന് പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയണേ, എന്താണ് എപ്പോഴും അങ്ങനെ തന്നെ ചിന്തിക്കരുത്. ബിക്കോസ് ഇവിടെ എയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ആളിനെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടും കോൺസ്റ്റന്റ് ടേം ആയ സിക്ക് പകരം നമ്മുടെ ബി എന്ന് പറയുന്ന വേരിയബിൾ ദാറ്റ് ഈസ് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് ജനറലി വരുന്നതുമാണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ മൈനസ് ബി ബൈ എന്ന് എടുക്കുമ്പോൾ നമുക്ക് ഈ ഉത്തരം തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇങ്ങനെ തന്നെ വിചാരിക്കുക, സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. സോ എനിക്ക് എഴുതാൻ പറ്റും ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് എ, okay, divided by coefficient of x square is what? 1. Okay, that is alpha plus beta is equal to minus a എന്നാണ് പറയുന്നത്. ആൻഡ് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ തന്നിരുന്നു. അപ്പൊ മൈനസ് എ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ലെസ് ദാൻ 0 ആണ്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ്സ് എ നെഗറ്റീവ് വാല്യൂ. ദാറ്റ് ഇസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അത് എന്താണ്, ഇവിടെ നമുക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതേപോലെ തന്നെ രണ്ടാമത്തെ റിലേഷൻഷിപ്പ് ആയ പ്രോഡക്റ്റ് ഓഫ് സീറോസ് നമ്മൾ എടുക്കുന്നു. ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു ബീറ്റ. ഓക്കെ, ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു സി ബൈ എ, കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. പക്ഷെ ഇവിടെ നമ്മുടെ കോൺസ്റ്റന്റ് ടേം ഈസ് നോട്ട് സി, ഇറ്റ്സ് ബി. ഓക്കെ, സോ ബി ഡിവൈഡഡ് ബൈ എ. എ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആരാണ്? എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ദാറ്റ് ഇസ് 1. ഓക്കെ, നമ്മളോട് ഇവിടെ പറയുന്നു ബി ഗ്രേറ്റർ ദാൻ 0 എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് എനിക്ക് പറയാൻ പറ്റും ബി ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ ആൽഫ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. ഇവിടെയും നമ്മൾ അതേപോലെയാണ്, ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് എ എന്നാണ് കിട്ടുന്നത്. എ ഗ്രേറ്റർ ദാൻ 0 എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് മൈനസ് എ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. ദാറ്റ് മീൻസ് ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ ഈസ് ഈക്വൽ ലെസ് ദാൻ 0 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയുള്ള നമ്പേഴ്സിനായിരിക്കും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ലെസ് ദാൻ 0യും അതേപോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 0യും കിട്ടുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഇഫ് ഐ ആം ടേക്കിംഗ് 1 and 2, ആൽഫയ്ക്കും ബീറ്റയ്ക്കും പകരം ഞാൻ 1 ഉം 2 എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ് എടുക്കുകയാണ്. ഇവർക്ക് രണ്ടുപേരുടെയും ഇപ്പോ രണ്ടുപേരും പോസിറ്റീവ് ആണ്. രണ്ടുപേരും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവരെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് വാല്യൂ ആണ്. ബട്ട് എനിക്കിവിടെ പറയുന്നു ഇവർ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. സോ ഈ ബോത്ത് പോസിറ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കളയാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നു ബോത്ത് നെഗറ്റീവ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഞാൻ ഇതാ ഇതിനെ -1 -2 എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ -1 -2 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? -3 ആണ്. ദാറ്റ് ഈസ് ഇറ്റ്സ് എ നെഗറ്റീവ് വാല്യൂ. സോ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 0 എന്ന് പറഞ്ഞ ഈ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ബോത്ത് നമ്പേഴ്സ് ആർ നെഗറ്റീവ് ആണെങ്കിൽ. നെക്സ്റ്റ് ഇവിടെ നോക്കിയേ, ആൽഫ ഇൻറ്റു ബീറ്റ അതേസമയം ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയുന്നു. ചെക്ക് ചെയ്ത് നോക്കിയേ, -1 into -2, minus into minus will become plus. Okay, -1 into -2 will become എത്രയാണ്? +2 എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കിട്ടുന്നത്. ദാറ്റ് ഇസ് പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് ടു നമ്പേഴ്സ് വിൽ ബി ഈക്വൽ ടു വിൽ ബി ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് ബോത്ത് നെഗറ്റീവ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് ആണെങ്കിലാണ് അവരുടെ സമ്മുകൾ 0യേക്കാൾ ചെറുതും അവരുടെ പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0യും ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ദിസ് ഓപ്ഷൻ ഈസ് അവർ റൈറ്റ് ആൻസർ. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയാൽ എന്ത് വരും? സപ്പോസ് ഐ എം ടേക്കിംഗ് ദിസ്, ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ -1 2 ഇത് രണ്ടും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. -1 and 2 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എത്രയാണ്? ഇറ്റ്സ് 1.
ഓക്കെ, അപ്പൊ എന്നോട് ഇവിടെ പറയുന്ന ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കണം. യെസ്, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എനിക്ക് ലെസ് ദാൻ 0 ആണ് വന്നിട്ടുള്ളത്. അല്ല, ഇറ്റ്സ് എ വാല്യൂ ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യാത്ത കേസുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. നമുക്ക് ലെസ് ദാൻ 0 വരുന്ന കണ്ടീഷൻ ഉണ്ട്. ഇപ്പോ ഞാൻ ഇതിനാണ് മൈനസ് കൊടുത്തെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് -1 ആണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ദാറ്റ് ഇസ് ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് എന്നുള്ളത്. പക്ഷെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു നോക്കേ, ആൽഫ ഇൻറ്റു ബീറ്റ നമ്മൾ 1 into -2 നടത്താൽ it is equal to -2 and it's a value less than 0, but we need alpha into beta greater than 0. So this option is neglected. പിന്നെ can't say നമുക്ക് പറയാൻ പറ്റില്ല, because എനിക്ക് കൃത്യമായ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാൻ പറ്റി both negative case, and so this option is also neglected. Both negative എന്ന് പറയുന്നതാണ് right answer. So we are moving to a 9th question. Question പറയുന്നത് ഇങ്ങനെയാണ്: if the graph of a polynomial intersects the x-axis at exactly 2 points, then it, okay, that is ഒരു polynomial. ആ polynomial ന്റെ ടൈപ്പ് ആണ് നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പോളിനോമിയൽ അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിനെ എക്സാക്ട്ലി 2 പോയിന്റ്സിൽ എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്യുന്നു എങ്കിൽ അത് എന്തിന്റെ ഏത് ടൈപ്പ് ഓഫ് പോളിനോമിയലിന്റെ ഗ്രാഫ് ആണ്. ആൻഡ് യുവർ ഓപ്ഷൻസ് പ്രൊവൈഡഡ് ആർ ദിസ്: cannot be linear or a cubic polynomial. ഒരു ലീനിയർ പോളിനോമിയലോ ഒരു ക്യൂബിക് പോളിനോമിയലോ ആവാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ കേസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ലീനിയർ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ അതിന് അറ്റ്മോസ്റ്റ് എത്ര സീറോസ് കാണാം? ഒരു സീറോസ് ആണ് കാണുന്നത്. നമുക്ക് പറയാൻ പറ്റും ദ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ടൈംസ് ദാറ്റ് ഗ്രാഫ് ഓഫ് ദാറ്റ് പോളിനോമിയൽ മീറ്റ്സ് ദ എക്സ് ആക്സിസ് എന്നുള്ള രീതിയിൽ ഇന്റർസെക്ട്സ് ദ എക്സ് ആക്സിസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് അറ്റ്മോസ്റ്റ് 1 0 എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ് 1. ഓക്കെ, അപ്പൊ അതിനേക്കാൾ കൂടിയ രീതിയിൽ വരാൻ പറ്റില്ല. സോ നമുക്ക് കനോട്ട് ബി ലീനിയർ എന്ന് പറയുന്ന കാര്യം ഓക്കെയാണ്. ബട്ട് അതിന്റെ കൂടെ എടുത്ത് വന്നു കനോട്ട് ബി ലീനിയർ ഒരു ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ 3rd degree പോളിനോമിയൽ ആൻഡ് ഇറ്റ് ക്യാൻ ഹാവ് അറ്റ്മോസ്റ്റ് 3 സീറോസ്. ദാറ്റ് ഇസ് ഏറ്റവും കൂടിയത് 3 സീറോസ് വരെ ആകാം. മാക്സിമം ആണ് എന്ന് വെച്ച് 2 ആയിക്കൂടാ എന്ന് പറയുന്നില്ല, 2 സീറോസ് വരാം. ഓക്കെ, അപ്പോ എക്സാക്ട്ലി 2 സീറോസ് 2 പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ 2 സീറോസ് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ക്യൂബിക് പോളിനോമിയൽ 2 സീറോസ് ആകാം എന്നുള്ളൊരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഫസ്റ്റ് ഓപ്ഷൻ കനോട്ട് ബി എ ലീനിയർ ഓർ എ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നതിൽ കനോട്ട് ബി ലീനിയർ ഓക്കെ ആണ്, ബട്ട് കനോട്ട് ബി ക്യൂബിക് പോളിനോമിയൽ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ അവർ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് നെഗ്ലെക്റ്റഡ് there. And moving to our second option, can be linear or a quadratic polynomial. ഓക്കെ, അത് ഒരു ലീനിയർ പോളിനോമിയലോ ഒരു ക്യൂബിക് പോളിനോമിയൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആവാം. quadratic polynomial ആവാം because it's a 2nd degree polynomial. It can have at most 2 zeros. If the graph of that polynomial intersects x-axis at exactly 2 points, it can be a quadratic polynomial, but it need not be a quadratic polynomial. അത് quadratic polynomial ആകാം, പക്ഷേ quadratic polynomial തന്നെ ആകണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, പക്ഷേ അത് എന്തായാലും നമുക്ക് പറയാൻ പറ്റുന്നത് ലീനിയർ പോളിനോമിയൽ അല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയാൻ പറ്റും. ബട്ട് ഇവിടെ തന്നിട്ടുള്ളത് ക്യാൻ ബി എ ലീനിയർ ഓർ എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പൊ ക്യാൻ ബി എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്ന കാര്യം സത്യമാണ്, ബട്ട് ക്യാൻ ബി ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്ന ഓപ്ഷൻ അതിന്റെ കൂടെ വരുന്നത് കൊണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഓൾസോ നെഗ്ലെക്റ്റഡ് there. നെക്സ്റ്റ്, ക്യാൻ ബി എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ only. ഓക്കെ, ദാറ്റ് ഇസ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാത്രമാകാം എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. എക്സാക്ട്ലി 2 പോയിന്റ്സ് എന്ന് പറയുമ്പോൾ 2 സീറോസേ ഉള്ളൂ ആയതുകൊണ്ട് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാത്രമേ ആകാൻ പറ്റൂ എന്ന് ചിന്തിക്കരുത്. ഇറ്റ്സ് റോങ്, ബിക്കോസ് ക്യൂബിക് പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് 3 സീറോസ്, ഏറ്റവും കൂടിയത് 3 സീറോസ് വരെ എത്താം എന്നാണ് പറയുന്നത്. അപ്പോ ഏറ്റവും കൂടിയത് അതിന്റെ 1 കുറവാണ് 2. അപ്പൊ 2 സീറോസ് ആയാലും നമുക്ക് അത് ക്യൂബിക് പോളിനോമിയലിന് 2 സീറോസ് വരുന്ന കേസ് ഉണ്ട്. സോ നമുക്ക് ഇവിടെ പറയുന്ന ക്യാൻ ബി എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ only എന്ന് പറയുന്ന ഓപ്ഷൻ സി ഈസ് ഓൾസോ നെഗ്ലെക്റ്റഡ് there. ആൻഡ് ഓപ്ഷൻ നമ്പർ ഡി, can be a cubic or a quadratic polynomial. Yes, it is our answer. ഒരു ക്യൂബിക് പോളിനോമിയലോ അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലോ ആവാം. എക്സാക്ട്ലി 2 പോയിന്റ്സിൽ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ക്യൂബിക് പോളിനോമിയലും ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ സംബന്ധിച്ച് അവർക്ക് 2 സീറോസ്, ഒരാൾക്ക് മാക്സിമം 2 സീറോസ്, ഒരാൾക്ക് 2ൽ കൂടുതൽ. ഓക്കെ, ദാറ്റ് ഇസ് മാക്സിമം 3 വരെ, 2 to 3. ഓക്കെ, 2 to 3 എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, 1ഉം വരാം. ഓക്കെ, അപ്പോൾ 2 എന്ന് പറയുന്ന നമ്പർ പോസിബിൾ ആണ്, നമ്പർ ഓഫ് റൂട്ട്സിന് പോസിബിൾ ആണ് ക്യൂബിക് പോളിനോമിയൽ. സോ അവർ ഓപ്ഷൻ നമ്പർ 4 ഇസ് ദ റൈറ്റ് ഓപ്ഷൻ there.
So we are moving to the 10th question. Question പറയുന്നത് ഇങ്ങനെയാണ്, അതായത് if A and B are unequal. Okay, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് A not is equal to B. അപ്പോൾ A യും B യും ഈക്വൽ അല്ല, and we are provided with two polynomials there, quadratic polynomials, that x square plus ax plus b and x square plus bx plus a. Okay, ഇവർ രണ്ട് പേരുണ്ട്. ഇവർക്ക് have a common factor. ഇവർക്ക് രണ്ടുപേർക്ക് കോമൺ ആയിട്ട് ഒരു ഫാക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ what is the value of a plus b എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. A not is equal to b and we are provided with two quadratic polynomials, x square plus ax plus b and x square plus bx plus a, and these two quadratic polynomials have a common factor. അങ്ങനെയാണെങ്കിൽ what is the value of a plus b? Okay, അപ്പോൾ നമുക്ക് ഞാൻ ഈ quadratic polynomial ഇതിനെ ഞാൻ f of x എന്ന് വിളിക്കുകയാണ്. Okay, ഇത് g of x എന്ന് വിളിക്കുകയാണ്. Okay, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവർക്കൊരു കോമൺ ഫാക്ടർ ഉണ്ട് എന്ന് പറയുന്നു. മീൻസ് ഞാൻ എടുക്കുകയാണ്, സപ്പോസ് x minus a be the common factor. Okay, let x minus a be the common factor. അങ്ങനെ എടുത്താൽ എനിക്ക് പറയാൻ പറ്റും, ബിക്കോസ് എക്സ് മൈനസ് ചെയ്തെടുക്കാൻ കാര്യം എന്താണ്, ബിക്കോസ് എക്സ് എന്ന് പറയുന്നത് എന്റെ തന്നിട്ടുള്ള രണ്ട് പോളിനോമിയൽസും ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്. സോ ഐ എം ടേക്കിംഗ് എക്സ് ആൻഡ് മൈനസ് എ. ഓക്കെ, സോ എക്സ് മൈനസ് എ ബി എ കോമൺ ഫാക്ടർ ദർ. എക്സ് മൈനസ് എ എന്ന് പറയുന്ന കോമൺ ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ, സോറി എക്സ് മൈനസ് എ അല്ല, ഞാൻ ആൽഫ ആണ്, എക്സ് മൈനസ് ആൽഫ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അത് കോമൺ ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ഈ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ആയിരിക്കും. ദാറ്റ് ഈസ് വെൻ വി ഇക്വേറ്റ് എഫ് ഓഫ് x is equal to 0, x ന്റെ വാല്യൂ വരുന്ന ആൽഫ ആണ്. ദാറ്റ് ഈസ് f of alpha is equal to 0 എന്ന് പറയാൻ പറ്റും. അതർവൈസ് ഐ ക്യാൻ സേ ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ എ. ഓക്കെ, ആൽഫ എ പ്ലസ് ബി is equal to 0. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ. നെക്സ്റ്റ് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം g of alpha is equal to 0. That means alpha square plus alpha b plus a is equal to 0. This is my second equation. Okay, I am solving this. Let us first എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ആൽഫയുടെ വാല്യൂ കിട്ടുമോ എന്നുള്ളതാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് ഇക്വേഷൻസിനെ എന്ത് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഐ ആം സബ്ട്രാക്ടിങ് ഇക്വേഷൻ 1 minus equation number 2. So alpha square minus alpha square is equal to 0. Next, alpha a minus alpha b, പിന്നെ വരുന്നത് plus b minus a which is equal to 0 minus 0 is equal to 0 itself. Okay, next is ഇവർ രണ്ടിൽ alpha common ഉണ്ട്. So alpha into a minus b plus ഇതിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ a മൈനസ് ബി വന്നതുകൊണ്ട് ഇതിനെ a മൈനസ് ബി ആക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നും ഒരു മൈനസ് കോമൺ എടുക്കുന്നു. മൈനസ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ദാറ്റ് മീൻസ് ഈ രണ്ടിൽ നിന്നും a മൈനസ് ബി പുറത്തെടുത്താൽ എനിക്ക് കിട്ടുന്നത് ഇൻറ്റു ആൽഫ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്നാണ്. That means the product of two linear polynomials is equal to 0. That means either one of them is 0 or both of them are zeros. Okay, അപ്പോൾ ഞാൻ ദാ ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ a minus b is equal to 0 എന്ന കണ്ടീഷൻ എടുക്കുമ്പോൾ എനിക്ക് a is equal to b എന്നാണ് കിട്ടുന്നത്. But it does not satisfy the condition given in my question, right? എന്നോട് ക്വസ്റ്റനിൽ a not is equal to b എന്നാണ് തന്നിട്ടുള്ളത്. So this condition is neglected there. So ഇതായിരിക്കാം എന്തുകൊണ്ട് ഇവർ രണ്ടുപേരുടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 0 കിട്ടി, കാരണം ആൽഫ മൈനസ് 1ന്റെ വാല്യൂ ആണ് 0. ദാറ്റ് മീൻസ് ആൽഫ ഈസ് ഈക്വൽ ടു പ്ലസ് 1 there. ഓക്കെ, ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ആൽഫയുടെ വാല്യൂ ആണോ അല്ല, ഐ വാണ്ട് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി. ഓക്കെ, അപ്പം ആൽഫയും എയും ബിയും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഞാൻ എന്ത് കൊടുക്കണം, ആൽഫയുടെ എനിക്ക് കിട്ടിയ ന്യൂമറിക്കൽ വാല്യൂ 1നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഐ എം ടേക്കിംഗ് ദിസ് ഇക്വേഷൻ ഫ്രം 1. I can say that alpha square, that is 1 square plus alpha into a 1 into a, which is equal to a plus b is equal to 0. That means a plus b is equal to plus 1. Our side like will become minus 1. So the numerical value of sum of a and b is equal to minus 1. Okay.